പട്ടിയാണ്. ഇതിനകത്ത് നമുക്ക് ഈ കത്തി ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് തേൻ എടുക്കാൻ സാധിക്കും. ഓരോ ഇങ്ങനെ എടുക്കാം. മാത്രമല്ല നമുക്കിങ്ങനെ ചിരണ്ടിയൊക്കെ എടുക്കാനും സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടിയോ കത്തിയോ ഒക്കെ നമുക്ക് അയച്ചു തരാൻ സാധിക്കുന്നതാണ്. നമസ്കാരം. KS കിസാമൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഈ പറയുന്ന പല ആൾക്കാരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് നമ്മളുടെ തേനീച്ചപ്പെട്ടിക്കകത്ത് ഇടതിരിക്കുന്നത്. അപ്പോൾ ഇടതിരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ത്, ദോഷമെന്ത് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഈ ഒരു പെട്ടിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ തിരിക്കാത്ത ഒരു പെട്ടിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഈ റൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർ കുറഞ്ഞ മുട്ടകൾ മാത്രമേ വെക്കത്തുള്ളൂ. മാത്രമല്ല അവിടെ പൂമ്പൊടി, തേന് എല്ലാം കൂടെ വരുമ്പോൾ വളരെ കുറഞ്ഞ മുട്ടകൾ മാത്രമേ വെക്കത്തുള്ളൂ. മാത്രമല്ല നമുക്കറിയാം, റാണി മുട്ടയിടുന്നത് ഒരു മുട്ടയുടെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മൾ ഇടിയപ്പം ഒക്കെ അതായത് നൂലപ്പം ഒക്കെ ഇടുന്ന രീതിയിൽ മുകളിലോട്ടാണ് വരുന്നത്. അതേസമയം നമ്മൾ തിരിച്ചിട്ടില്ല എങ്കിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഈച്ചകൾ മുട്ട, പൂമ്പൊടി എന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും അങ്ങനെ ധാരാളം നമുക്ക് മുട്ടകൾ കിട്ടി അങ്ങനെ സെറ്റ് വളരെ ഗ്രോത്തായി മാറും. അപ്പോൾ നമ്മൾ സെറ്റ് ഗ്രോത്തായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരിക്കാതിരിക്കണം. മാത്രമല്ല നമ്മൾ തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേനെടുക്കാനുള്ള എളുപ്പമാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് പെട്ടി തുറക്കാതെ നമുക്ക് തേനെടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു തിരിക്കാത്ത തേനീച്ചപ്പെട്ടിയാണ്. കണ്ടോ, ധാരാളം മുട്ട ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് ഞാൻ തേനെടുത്ത് മാറ്റി, ഇപ്പോൾ കാണിച്ചെടുത്ത് തേനെടുത്ത് മാറ്റിയതാണ്. മാത്രമല്ല അവിടെ മുട്ടയുണ്ടായിരുന്നു. ആ മുട്ട നമ്മൾ വേറൊരു പെട്ടിയിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. കാരണം വെച്ചാൽ തേനെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇതിനു മുമ്പ് തേനെടുത്ത വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ തേനെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ രീതിയിൽ നമുക്ക് ധാരാളം മുട്ടകൾ നമുക്ക് ലഭിക്കും. അപ്പം ധാരാളം മുട്ടകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോളനി വളരെ സ്ട്രെങ്ത് ആയിരിക്കും. ധാരാളം റാണി മുട്ട ഉണ്ടാവും. നമുക്ക് കൂടുതൽ സെറ്റുകൾ തിരിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ബ്രൗൺ മുട്ടയ്ക്കകത്ത് കണ്ടോ, വെള്ള മുട്ട നമുക്ക് കാണപ്പെടാൻ സാധിക്കും. നമ്മൾ സാധാരണ അല്ലാത്തതാണെങ്കിൽ നമ്മൾ റാണി നഷ്ടപ്പെട്ടതിൻ്റെ അകത്ത് ബ്രൗൺ മുട്ടയ്ക്കകത്ത് തന്നെയാണ് റാണി മുട്ട പോലെ ഉണ്ടാക്കി വെക്കുന്നത്. അതൊരു പേക്കിസലാണ്. അത് പിന്നീട് അവർ ചിലതൊക്കെ റാണി മുട്ടയായി മാറുന്നുമുണ്ട്. എന്നാൽ അത് ഉറപ്പാണെന്ന് നമുക്ക് പറയത്തില്ല. ഇതുപോലെ നമ്മൾ കുറച്ച് മെഴുക് നമ്മൾ എടുത്ത് വെക്കണം. അതുപോലെ കുറച്ച് പൂമ്പൊടി നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പൂമ്പൊടി ഇവരുടെ ഭക്ഷണമാണ്. നമ്മൾ തീർച്ചയായിട്ടും തേൻ വെച്ചില്ലേ തന്നെ നമുക്ക് പൂമ്പൊടി വെച്ച് കൊടുക്കണം. ഒരുപാട് പൂമ്പൊടിയൊന്നും വെച്ച് കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രമേ പൂമ്പൊടി വെക്കേണ്ടുള്ളൂ. കൂടുതൽ പൂമ്പൊടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈച്ചയില്ലെങ്കിൽ അത് പിന്നീടത് ഫംഗസൊക്കെ കയറിപ്പോവും. അപ്പോൾ ഈ കാണുന്നതാണ് റാണിമുട്ട. അപ്പോൾ നമ്മളിത് റാണിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഇതാണ് റാണിമുട്ട. അപ്പോൾ ഈ റാണിമുട്ട നമ്മൾ എടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. മാത്രമല്ല ഇത് വിരിയാറായ മുട്ടകളാണ്. രണ്ടും വിരിയാറായ മുട്ടയാണ്. റാണിമുട്ടയും വിരിയാറായ മുട്ടയാണ്, ഈച്ചകളുടെ മുട്ടയും വിരിയാറാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് രണ്ടും വിരിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഈച്ചകളായി കിട്ടുകയും ഒക്കെ സെറ്റ് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. നമുക്ക് 3 സെറ്റായിട്ടാണ് നമ്മൾ ഈ പെട്ടിയെ തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ധാരാളം റാണിമുട്ട കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ പൊട്ടി ഒഴുകുന്ന തേനുകൾ നമ്മൾ ഒപ്പിയെടുത്ത് വെക്കുകയും ചെയ്യണം. ഈ വെച്ചിരിക്കുന്ന റാണിമുട്ട നമുക്ക് വേറെ പെട്ടിക്ക് റാണിമുട്ട കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഇനി വേറെ പെട്ടികളില്ലാത്തവർ വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് സെറ്റ് വിരിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാതിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മെഴുകാണ് നമ്മൾ ആദ്യം തേക്കുന്നത്. ആ മെഴുക് തേച്ച ശേഷം അതിൻ്റെ മുമ്പസ്ത് കാണുന്ന ആ പൊടികൾ നമ്മൾ തേച്ച് വെക്കണം. ഇത് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈച്ചകൾ അതിൻ്റെ മണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളിൽ കയറി കിട്ടും. അതുകൊണ്ട് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. മാത്രമല്ല നമ്മൾ പെട്ടി ഒന്ന് അടയ്ക്കുമ്പോൾ ഇതുപോലെ മെഴുകൊന്ന് തേച്ച് കൊടുക്കണം. മെഴുക് തേച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ലപോലെ മെഴുക് തേച്ച് പെട്ടി നല്ലപോലെ സെറ്റപ്പായി നല്ലപോലെ ഉറച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെളിച്ചവും കാര്യങ്ങളും ഒന്നും കയറുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈച്ച ഇരുട്ടുള്ളത് കൊണ്ട് ചാടി കയറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതല്ല വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് കഴിയുമ്പോഴേ അതിനകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും പെട്ടി നല്ലപോലെ ബൈൻഡ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തേനെടുത്ത മെഴുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. തേനെടുത്ത മെഴുകൾ പലപ്പോഴും നമ്മൾ കട്ടിയായി പോകാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എടുക്കുമ്പോൾ കട്ടിയായി പോകും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മോശമായ തേനകത്ത് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നീട് നമുക്കത് കഴുകി ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇത് ഇപ്പോൾ 3 സെറ്റുകളാക്കി ഞാൻ മാറ്റിയിരിക്കുകയാണ്. 1, 2, 3 സെറ്റുകൾ. ഈ 3 സെറ്റുകളും നമുക്ക് ഇനി ഇരുന്ന സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പം അങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് 3 സെറ്റായി കിട്ടും.
ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഈ പെട്ടി ഇരുന്നത് അവിടെ കൊണ്ട് വെക്കണം. അവിടെ കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈച്ച പെട്ടിക്കകത്ത് ഒന്നിനകത്ത് തന്നെയാണ് കയറുന്നതെങ്കിൽ ആ പെട്ടി നമ്മൾ അടച്ചു കൊടുക്കണം. അങ്ങനെ അടച്ചു കൊടുത്തില്ലെങ്കിൽ മറ്റുള്ള പെട്ടിക്കകത്ത് ഈച്ചകൾ കുറഞ്ഞു പോകും. മാത്രമല്ല ഇത് നേരത്തെ ഞാൻ ഇതിനകത്ത് തന്നെ തേനെടുക്കുന്ന വീഡിയോ കാണിച്ചിരുന്നതാണ്. അത് ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് വീഡിയോ ഞാൻ കൂടുതലായിട്ട് ചെയ്തിപ്പം ഞാൻ തേനെടുക്കുന്നത് കാണിക്കാത്തതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോകും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും വീഡിയോ കണ്ടു പോകാറുണ്ട്, പലപ്പോഴും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഹൈപ്പ് കാണുവാണെങ്കിൽ നിങ്ങൾ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം. അപ്പം ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നേരത്തെ വെച്ചിരുന്നത്. അപ്പോൾ ഇവിടെ 3 പെട്ടികളും നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 3 പെട്ടികളും നിരത്തി വെച്ചിരിക്കുന്നത് 3 പെട്ടിക്കകത്തും തുല്യമായിട്ട് ഈച്ച കയറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പെട്ടിക്കകത്ത് ഈച്ച കൂടുതൽ കയറി ആ പെട്ടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. പിന്നീട് അത് അവർ തന്നെ തുറന്ന് സെറ്റാകും. അപ്പോൾ മറ്റു പെട്ടിക്കകത്ത് കൂടുതൽ ഈച്ച കയറുന്നതുകൊണ്ട് തന്നെ ആ പെട്ടി കൂടുതൽ സെറ്റായി കിട്ടിക്കോളും ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.